എൻ്റെ പേര് സോയ, കണ്ണൂർ ജില്ലയിലാണ്. RTC റാങ്ക് അച്ചീവ് ചെയ്ത് ഏകദേശം 2 മാസമായി. പക്ഷേ കാലിക്കറ്റിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ ആ സന്തോഷം പങ്കുവെക്കണത്. ഇതുവരെ ഒരു വേദിയിലും കയറി എൻ്റെ എക്സ്പീരിയൻസ് RTC റാങ്കിന് ശേഷം ഷെയർ ചെയ്തിട്ടില്ല. ബാങ്കിൽ ക്ലർക്കായിരിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു അവസരത്തിൽ എത്തിപ്പെടാൻ എൻ്റെ മകൾക്കൊരു പനിയുടെ രൂപത്തിലാണ് ഈ ഒരു അവസരം എൻ്റെ കൈകൾ ശക്തമായിട്ട് ഞാൻ ഏറ്റെടുക്കാൻ കാരണമായത്. പനി വന്നു, ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ചികിത്സ ഫലിക്കാതെ വന്നു. മെഡിസിൻ, ആൻറ്റിബയോട്ടിക്കുകളുടെ നിരന്തര പ്രയോഗങ്ങൾ കുട്ടിയുടെ ലിവർ ഫംഗ്ഷൻ ഡിസോർഡറായി. ആശുപത്രിയിൽ നിന്ന് മടക്കി തിരിച്ചു വീട്ടിലേക്ക് എടുത്തോ എന്ന് പറയുന്ന ഒരു വന്നു. അങ്ങനെ ഞങ്ങളുടെ 95 ആ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നമ്മുടെ അന്നത്തെ കോർഡിനേറ്റർ ടീം കോർഡിനേറ്റർ പ്രവിത മേഡത്തിന് അയച്ചു കൊടുത്തു. പ്രവിത മേഡം പറഞ്ഞു, മേഡം 95 ഉണ്ടെങ്കിൽ നാളെ തന്നെ കൊടുത്തു തുടങ്ങുക എന്ന് പറഞ്ഞു. 95 എന്ന പ്രോഡക്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാം, കുട്ടികൾക്ക് കൊടുക്കരുതെന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എൻ്റെ സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ കുട്ടിയുടെ ആരോഗ്യം തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങളുടെ പ്രോഡക്റ്റുകളുടെ കൂട്ടത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്ന ഒരു വേഗത്തിൽ അത്ഭുതം കൊണ്ടുവരുന്ന പ്രോഡക്റ്റാണ് 95. മേഡം ധൈര്യത്തിൽ കൊടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ 95 കൊടുത്തു തുടങ്ങി. 2 മാസം ബാങ്കിൽ നിന്ന് ലീവ് എടുത്തു, കുട്ടിയുടെ ആരോഗ്യം തിരിച്ചു പിടിച്ചു. അപ്പോഴും ഈ ബിസിനസ് കരിയറായിട്ട് ഏറ്റെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഡോക്ടറുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്നെ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ തയ്യാറായത്. അന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയും പഠിച്ചിറങ്ങുന്ന 5-6 ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ 6 തരത്തിലാണ് കുട്ടിയെ പരീക്ഷിച്ചത്. അതാണ് കുട്ടിയുടെ ആരോഗ്യം ഈ നിലയിലേക്ക് എത്തിപ്പെട്ടത്. ഞാൻ ഡോക്ടറോട് ചോദിച്ച ചോദ്യമാണ്, ഇത്രയും പഠിച്ചിറങ്ങുന്ന നിങ്ങൾക്ക് ശരിയായ രോഗകാരണം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സിസ്റ്റമാണ്? നിങ്ങൾ എത്ര വർഷം പഠിച്ചു, എത്ര കോടി കൊടുത്ത് പഠിച്ചെന്നത് വിഷയമല്ല. ഓരോ മനുഷ്യന്റെ ജീവൻ വെച്ചാണ് നിങ്ങൾ ഓരോ കളി കളിക്കുന്നത്. എന്നോട് ഡോക്ടർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ എന്ത് ധൈര്യത്തിലായിരുന്നു ഈ കുട്ടിക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തത്? കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ നമുക്ക് തരുന്നുണ്ടോ? നമ്മൾക്ക് തരുന്ന മെഡിസിൻ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒന്ന് അടങ്ങി. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, നിങ്ങൾ ഏത് മേഖല വന്ന് പഠിച്ചാലും നമുക്കറിയാം, അനാറ്റമി പ്ലസ് ടെക്നോളജി പ്ലസ് മെഡിക്കൽ ഫാർമ, ഇത് 3 ചേരുമ്പോൾ മാത്രമേ അലോപ്പതി സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. നമ്മൾ കഴിച്ച് റിസൾട്ട് കിട്ടിയ ഒരു ഉൽപ്പന്നം മാത്രമേ നമ്മൾ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടുകയുള്ളൂ. ബൈ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഒരു പണത്തൂക്കം മുന്നിലാണ് ഈ ഒരു ബിസിനസ്. ഇനി ഞാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പുറത്തേക്ക് ഒരുപാട് ആരോഗ്യം ഉണ്ടാകുന്ന സമൂഹത്തിൽ ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ബിസിനസ് മാത്രമേ ഏറ്റെടുത്ത് ചെയ്യുകയുള്ളൂ പറഞ്ഞ് അങ്ങനെ ഈ ബിസിനസ് അവസരത്തിലേക്ക് വന്നു. ഇന്ന് 3 വർഷം കഴിഞ്ഞു, RTC റാങ്കിലെത്തി നിൽക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹെൽത്ത് പ്ലസ് വെൽത്ത് പ്ലസ് ഡ്രീംസ്, ഇത് 3ഉം ഒരുമിച്ച് കിട്ടിയ വലിയൊരു അവസരമാണ്. നമ്മൾ നിലവിൽ പല മേഖലകളിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ ഒരു പ്രതീക്ഷയ്ക്ക് പുറത്താണ്. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും. ഗൾഫിൽ ആളുകൾ പോയി ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ ഒരു പ്രതീക്ഷയ്ക്ക് പുറത്താണ്. ബട്ട് ഡിയർ ലീഡേഴ്സ്, കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അതും അധികകാലമല്ല, വെറും 4 വർഷം കൊണ്ട് നിങ്ങൾ ഇതൊരു ബിസിനസ് കരിയറായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് ടൈം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാക്കാൻ പറ്റുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം ഉറപ്പുവരുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിന്റെ വലിപ്പം മനസ്സിലാകാതെ നിങ്ങൾ ഇതിനെ പുറംകാലം കൊണ്ട് തള്ളിക്കളയരുത്. ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, കിട്ടിയ റിസൾട്ട് ഇവിടെ റെക്കമെൻഡ് ചെയ്യപ്പെടുക. അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിക്കൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു. ജയ് ജയ്.